കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. കുറി വരച്ചാലും കുരിശ് വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും വേണ്ടില്ല ഓഫീസിൽ പോകാനുള്ള ബാഗും പൊതിയും എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മര്യാദയ്ക്ക് ജോലിക്ക് ഇറങ്ങി പോകണം. എനിക്ക് പോകാൻ പറ്റത്തില്ല, എനിക്ക് കാണുകളുണ്ട്. ഞാൻ ലീവ് പറഞ്ഞിട്ടോ സാറിനോട്. കള്ള ലീവ് പറഞ്ഞിട്ടില്ലേ പക്ഷേ നിങ്ങൾ ഈ വീട്ടിൽ കയറി ഇരിക്കുന്നത്? എന്താ കള്ള ലീവ് പറഞ്ഞു? പോലീസുകാരനായിട്ട് നാണമില്ലല്ലോ നിങ്ങൾക്ക് കള്ളം പറഞ്ഞ് ലീവ് എഴുതിയിരിക്കാൻ. ഞാൻ കേട്ടായിരുന്നു ഫോണിനകത്ത് എസ്ഐയോട് വിളിച്ച് പറയുന്നത് കേട്ടോ. എന്തോ മോന് ആ സീറ്റ് മേടിക്കാൻ മദ്രാസിൽ പോയേക്ക് വന്ന് കോളേജിൽ ചേർക്കാൻ. അത്രയും പോകുന്നൊരു മോൻ ഞങ്ങൾക്കില്ല. നിങ്ങൾ എന്തോ ഈ കള്ളം ലീവ് എടുത്ത് ഇവിടെ ഇരിക്കുന്നത്? എനിക്ക് പോലീസ് ജോലി ഇഷ്ടമല്ല, എനിക്ക് ഗാനമേളക്കാരായിട്ട് ജീവിക്കാനായി ഇഷ്ടം. മനുഷ്യ അത് നിങ്ങൾക്ക് വില അറിയാനായിട്ടാ. നിങ്ങൾ ആദ്യം കാക്കയെ ബഹുമാനിക്കണം, കാക്കയെ ഇഷ്ടപ്പെടണം. എനിക്ക് കാക്കി ഇഷ്ടമല്ല, എനിക്ക് ഉത്സവ പറമ്പിലെ കാപ്പിയായിരിക്കും ഇഷ്ടം. നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു. 2 കാലം കാപ്പി നിങ്ങളുടെ അമ്മക്ക് ഞാൻ ഒഴിച്ചു തന്നേരമല്ലോ. നിന്റെ കാപ്പി കുടിച്ചിട്ട് നിന്റെ മുന്നേ ഗാനമേള നടത്താനല്ല. ഞാൻ 23-ാം തീയതി എനിക്ക് അയലറ അമ്പലത്തിൽ പരിപാടിക്ക് പോകണം, അറിയോ? ഞാൻ നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പരിപാടിക്കാന്ന് പറഞ്ഞ് പോത്തില്ല. എന്തോ പരിപാടിക്ക് പോകണ്ടെന്ന് വെക്കണമെന്ന്. പരിപാടിക്ക് പോകായിരുന്നു കഴിഞ്ഞാൽ സംഭവം എന്താണെന്നറിയോ? സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നെറ്റിക്ക് ഒരു സല്യൂട്ട് അടിച്ച് തീർക്കാം. പരിപാടിക്ക് പോയില്ലെങ്കിൽ എന്റെ എവിടെയൊക്കെ പിടിച്ച് അവർ അടിക്കുമെന്നറിയാവോ? എനിക്ക് ചെന്നേ പറ്റത്തുള്ളൂ. അയ്യോ എന്ന് വെച്ച ഇതുവരെ ഇങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഈ കഴിഞ്ഞ ഓണത്തിന് കൊച്ചു പിള്ളേർ ക്ലബ്ബിൽ നടത്തുന്ന പരിപാടിക്ക് ഞാൻ പോയി നോക്കിയപ്പോൾ ഉച്ചയ്ക്ക് ഓണസദ്യ പോലും കഴിക്കാതെ ഇയാൾ പോയി ഇരക്കും. ആ മൈക്കൊന്ന് തരാവോ മക്കളെ, അങ്കിളൊരു പാട്ട് പാടട്ടെ എന്ന്. ഇരന്നേരം ആ പിള്ളേർ പറഞ്ഞ സാറല്ലയോ ഒരു പാട്ട് പാട്ടെന്ന് പറഞ്ഞ ഒരു പാട്ട് പാടിച്ചേതായിരുന്നു. ആ പാട്ട് അതൊന്നും പിടിക്കാൻ പറഞ്ഞാൽ മതി. 3 ദിവസമായിരുന്നു കവിളി തലയോടിക്കൊണ്ട് ഇവിടെ ഇരുന്നത്. കൊച്ചു പിള്ളേർ വന്ന് നല്ല വേഷം നിങ്ങളുടെ കണ്ണം നോക്കി തന്നില്ലയോ? കൊച്ചു പിള്ളേർ അടിച്ചല്ല, ഞാൻ പാട്ട് പാടിയിട്ട് നിന്ന് കഴിഞ്ഞപ്പോ പിള്ളേർ വന്ന് അങ്ങളെ അടിപൊളി പാട്ടായിരുന്നു, അടിപൊളി പാട്ടായിരുന്നു പിള്ളേർ തലോടി. അത് 2-3 പിള്ളേർ സ്പീഡിലൊന്ന് തലോടി. അതിന് നീലായിരുന്നു, അല്ലാതെ എന്നെ ഒന്നും അടിച്ചിട്ടൊന്നുമില്ല. നിങ്ങളിങ്ങ് വന്ന ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഈ സംഗീതം എന്ന് പറയുന്നത് കഴിവുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളത് അതൊരു സിദ്ധിയാണ്, ദൈവാനുഗ്രഹമാണ്. അല്ലാതെ ഈ കരൊക്കെ കിടന്ന് വെപ്രാളം പിടിച്ച് പാടുന്ന അല്ല സംഗീതം. ദൈവത്തെ ഓർത്ത് പ്രഗത്ഭര് പറഞ്ഞത് നമ്മൾ കേൾക്കണം. സംഗീതം അനന്ത സാഗരമാണ്. ആ സാഗരത്തിന് ഒരു തുള്ളി പോലും നിങ്ങളുടെ ഈ വിരൽ കൊണ്ട് സ്പർശിക്കാനുള്ള മഹത്വം നിങ്ങൾക്കില്ല. പ്രവീണ നീ പോടി. ആ സാഗരം നീന്തി കടന്ന് അക്കരെ പോയി തോർത്തിട്ട് നിൽക്കുന്നവനാ ഞാൻ. എന്നെ പഠിപ്പിക്കാൻ പറ്റില്ല. ആരോട് പറയാനായത്? മനുഷ്യൻ നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടോ? എന്തോ ചോദ്യമാണ്. നീ അല്ലാതെ എനിക്ക് നീ ആരുണ്ടടി? നീ എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? നിനക്ക് ഞാനുണ്ടോ? നിങ്ങൾക്ക് ജ്ഞാനുണ്ടോന്നാണ് ചോദിച്ചത്. നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടോ? സംഗീതത്തിൽ നിങ്ങൾക്ക് വല്ല ജ്ഞാനവും ഉണ്ടോ? ആരാടാ ഈ പറയുന്നത്? ഞാൻ ജനിച്ച് വീണതേ സംഗീതം കൊണ്ടാ വീണത്. ഞാൻ കിറുങ്ങാന്ന് കരയുന്നതിന് പകരം ഗംഗയിൽ എന്ന് പറഞ്ഞാണോ നിങ്ങൾ കരഞ്ഞത്? ആണോ? എനിക്ക് എന്റെ അമ്മയുടെ നിന്ന് കിട്ടിയതാ ഇത്. അപ്പൊ അച്ഛനെ എന്താ കിട്ടി? അച്ഛൻ്റെ കിട്ടിയതാ നീ ഞാനിവിടെ താമസിക്കുന്നത്. എന്തോ പറയുന്നത്? അമ്മ കച്ചേരി പഠിക്കാതിരിക്കല്ലായിരുന്നു. ആറാട്ടുപുഴക്കാരിയാ നിങ്ങളുടെ അമ്മ? ആറാട്ടുപുഴ എന്നല്ല പറഞ്ഞത്. കച്ചേരി പാട്ട് പാടുന്ന ആളല്ലേ എന്റെ അമ്മ. നിങ്ങളുടെ അമ്മ പാട്ട് പാടുമെന്ന്? കല്യാണം കഴിഞ്ഞിട്ട് 7-8 കൊല്ലമായി ഇതുവരെ ഇവർ അമ്മ ഒരു പാട്ട് പാടുന്ന ഞാൻ കേട്ടിട്ടില്ല. അതങ്ങനെ ഇവള് വലതുപാല് വെച്ച് കയറിയത് വാതിലല്ലേ എന്റെ അമ്മയുടെ അണ്ണാക്കില. അമ്മ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഉടനെ വാ അടപ്പിക്കും. പിന്നെ അങ്ങനെ പാടും എന്റെ അമ്മ. അല്ലാതെ വിട്. സത്യമായിട്ട് നിങ്ങളുടെ അമ്മ പാട്ട് പാടുമോ? ഞങ്ങളമ്മ അടിപൊളിയായിട്ട് പാട്ട് പാടുന്നത്. ചുമ്മാ പട്ടാണ് എന്നെ കുളിപ്പിച്ചിട്ട് അമ്മ തൊട്ടിൽ കിടത്തും, എന്നിട്ട് മൂട്ടി തട്ടി ഉറക്കും. എന്നിട്ട് ഞാനിങ്ങനെ ഉറങ്ങാതെ കിടന്നിട്ട് അമ്മ പാടുന്നതെല്ലാം ഞാൻ കൃത്യമാക്കും. അങ്ങനെ ഓമനത്തിക്കിടാണ് ആദ്യം കുത്തിക്കയറുന്നത് എന്റെ മനസ്സിലോട്ട്. പാളെ കിടന്നപ്പോഴേ ഇങ്ങേർക്ക് കള്ളത്തരം ഉണ്ടായിരുന്നു. അമ്മയെ ഉറക്കമാന്ന് പറഞ്ഞ് പറ്റിച്ചിങ്ങനെ. കലാബോധമുള്ള കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നിരിക്കും. ഒരു കാര്യം പറഞ്ഞേക്കാം, ഒറ്റയടിക്ക് എന്റെ കുടുംബത്തെ അങ്ങ് നിങ്ങൾ പറയില്ല കേട്ടോ. കലാബോധമുള്ള കുടുംബക്കാർ തന്നെ. എന്റെ അച്ഛനാണെങ്കിൽ അറിയപ്പെടുന്ന ഒരു തോറ്റം പാട്ടുകാരനായിരുന്നു. തോറ്റം പാട്ടുകാരനല്ല, പാട്ടുപാടി തോറ്റതാ ഇവരച്ഛൻ. ആര് പറഞ്ഞു? എന്റെ അച്ഛനെ പറ്റി പറഞ്ഞോണ്ടല്ലോ. നല്ല അറിയുന്ന എന്റെ അച്ഛനെ. എന്റെ അച്ഛന്റെ മഹാത്മ്യം നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. അച്ഛന്റെ മഹാത്മ്യം എന്റെ പേര് കിടന്ന് വിളയതാ ഇവരച്ഛൻ. നാട്ടുകാരൻ കുടിച്ചിട്ട് എന്ത് പറയുവാ? എന്റെ മരുമ പോലീസിലാണ്, നീയൊക്കെ എന്നെ ചെയ്ത് പറഞ്ഞിട്ട് ചീത്ത വിളിക്കുക. എസ്ഐയുടെ കാലെ കടന്ന് ഒരു ദിവസം മൊത്തം കിടന്നിട്ടാ നിങ്ങൾ അച്ഛനെ പുറത്തിറക്കിയത്. അന്നങ്ങാണ് പരേഡുണ്ടായിരുന്ന എസ്ഐന്റെ കാലായിട്ട് ചവിട്ടി തേച്ചേനായിരുന്നു. തേക്കണമായിരുന്നു. നിങ്ങളൊരു പാവപ്പെട്ട മനുഷ്യനാന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ കല്യാണം കഴിച്ച. വലിയ ഗൾഫുകാരനെ അങ്ങ് കെട്ടിയാൽ മതിയായിരുന്നു. പാവപ്പെട്ട മനുഷ്യനായിട്ട് കല്യാണം കഴിച്ചേടി, അല്ലാതെ പോലീസുകാരുണ്ട് കല്യാണം കഴിച്ചേടി. സർക്കാർ ശമ്പളം ആന്ന് ഗവൺമെന്റ് ജോലിക്കാരെ എനിക്ക് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇപ്പൊ ഈ വീട്ടിൽ സമ്മതിക്കത്തില്ല. മര്യാദക്ക് ജോലിക്ക് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞാൽ ഉറങ്ങിപ്പോയിക്കോണം. പോത്തില്ല. ഇവിടെ ഒരു ചെറുക്കനെ ഞാൻ ഗാനമേളയ്ക്ക് വിളിച്ചിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. ആ ചെറുക്കൻ ട്രമ്പിൽ കിടന്ന് കുന്തിരിപ്പ് കാണിക്കാൻ അറിയാലോ. സ്വന്തം ഭാര്യ നോക്കത്തില്ല, കള്ളക്കേസ് കുടിക്കാൻ അകത്തിടിക്കാൻ. എന്നെ കള്ളക്കേസ് കുടിക്കാൻ അകത്തിട്ട് നിങ്ങൾ രാത്രി 3 നേരം വെച്ച് പുഴുങ്ങി തിന്നോ? നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയത് എങ്ങനെ? നിങ്ങൾക്ക് വേറെ വല്ലവർക്കും ജോലി കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ ഈ ജോലി രാജിവെക്കാൻ പോവാ. നിങ്ങൾ ജോലി രാജിവെച്ച തെക്കേപ്പുറത്ത് ഞാനൊരു തെങ്ങ് വെക്കും. ആ നല്ല നമുക്ക് തേങ്ങ വിറ്റ് ജീവിക്കാമല്ലോ.
നിങ്ങളെ ഞാൻ കൊല്ലും, നിങ്ങളുടെ ഓർമ്മയ്ക്ക് ഒരു തെങ്ങ് വെക്കുന്ന ഞാൻ പറഞ്ഞത്. അല്ല നിക്ക്, നിങ്ങളിങ്ങനെ തിളക്കാൻ വരട്ടെ. 23-ാം തീയതി എവിടെയാ നിങ്ങൾക്ക് ഗാനമേള? അതിലെത്ര അമ്പലത്തില്? എന്റെ ദൈവമേ, സംഗീതാസ്വാകരും കലാകാരന്മാരെ അംഗീകരിക്കുന്നു. ഇങ്ങനെ മൂടും, ഇങ്ങനെ നിങ്ങൾ അവർ അടികൊണ്ട് നിങ്ങൾ അങ്ങനെ മോടത്തൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് ഇതിന് മൈക്ക് എടുത്തിട്ട് ഞാൻ പറയും, പ്രിയമുള്ള കലാശ്രീകളെ, ഞാനൊരു പോലീസുകാരനാണ്, അറിയാലോ, വെളിയിൽ തരും ഞാൻ പോക്കും എന്ന് പറഞ്ഞിട്ട് അന്ന് ചെയ്തില്ല. അറിയോ, നീ കയറി പാത്തു പോകും. എവിടെങ്ങാണ്ട് കിടക്കുന്ന ഒരു പാവം പിടിച്ചവരെയും വിളിച്ചു വരുത്തും അടി ഷെയർ വാങ്ങിച്ചു കൊടുക്കാൻ. അവന് ഇത് വല്ലതും അറിയുന്നുണ്ടോ? അന്നമായിട്ട് നടക്കുന്നവന് എന്നെ അങ്ങനെ പേടിപ്പിക്കട്ടെ. ഞാൻ പോത്തില്ലെന്ന് പറഞ്ഞാൽ പോത്തില്ല. ഇല്ല. രാജേഷേ, നീ സൂപ്പറാടാ. അടിപൊളി സാധനം രാജേഷേ, നീ അടിപൊളിയാണ്. അതിലറ ഞാൻ തകർക്കും. ഞാൻ ഇതിനാടാ പാതി പഴുത്ത പച്ചമുളക്. നമസ്കാരം. നമസ്കാരം. മനസ്സിലായില്ല? രാജേഷ് സാർ. രാജേഷാണ്. ഞാൻ മറ്റേ ഭരണിക്കാവ് പോലീസ് സ്റ്റേഷനിലെ PC കോശി സാർ പറഞ്ഞിട്ട് വന്നത്. PC കോശി പറഞ്ഞിട്ട് വന്ന ആളാണ്. അതെ. ഞാനും PC കോശിയും കൂടെ പറഞ്ഞേക്കാവ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത്, അല്ല ഞാനും കോശിയും കൂടെ പറഞ്ഞേക്കാവ് ഇരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞായിരുന്നു ഒരു പാട്ടുകാരുണ്ടായിരുന്നു. എന്തായിരുന്നു പേരെന്ന് പറഞ്ഞത്? ഞാൻ അഷ്ടമുടി അജയൻ തന്നെ വിളിക്കും. അഷ്ടമുടി അജയനായിട്ടാണ് കഷ്ടപ്പെട്ട് ഇത്രയും മുടി വളർത്തിയിരിക്കുന്നത്. അയ്യോ അതല്ലെന്ന്, അഷ്ടമുടി അജയൻ എന്ന് പറയും. പക്ഷെ എന്റെ യഥാർത്ഥ പേര് അതല്ല. എന്താ? അഷ്ടമുടി വെൽവെറ്റ് അജയൻ. അത് ഗാനമേളക്കിടക്കിൽ കിട്ടിയ ഒരു പേരാണ്. ഒരു തമിഴ് പാട്ടുണ്ടല്ലോ, മറ്റേ ബെൽവെറ്റാ ബെൽവെറ്റാ മെല്ലെ മെല്ലെ തൊട്ടിട്ടാ. ഈ പാട്ട് ഞാൻ പാടി സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അങ്ങനെ ഇതിപ്പോ വെൽവെറ്റ് ചേരുന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ നമ്മളെ ഇപ്പം എത്ര നാളെ ഈ ഫീൽഡില്? ഞാനിപ്പോ ഒരു 10-20 കൊല്ലമായി. 10 കൊല്ലമായില്ലേ? ഞാൻ 30 കഴിഞ്ഞ്. പ്രൊഫഷണൽ ആണോ അമച്ചറാണോ? സത്യമായിട്ടും അത് തന്നെ സംഭവം. പ്രൊഫഷണൽ ആണോ അമച്ചറാണോ? അമ്പച്ചിയാണ് സത്യം. അതാന്ന് പറഞ്ഞ് ജപിച്ചെന്തുവാ? ഏതാണ് അമച്ചറാണ്? പ്രൊഫഷണൽ ആണെന്ന് പോയി പാടിയാ പോരാ? അത് പോരായോ? അയ്യോ അതല്ലെന്ന്, അമച്ചറാണോ പ്രൊഫഷണൽ ആണോ? അങ്ങനൊന്നും ഇല്ല. വീട്ടില് വേറെ ആരും പാട്ടൊക്കെ പാടുന്നത്? അച്ഛൻ പാടും. അച്ഛൻ പാടുവോ? അഷ്ടമുടി മുരളി ഭയങ്കര പാട്ടായിരുന്നു. 4-5 കൊല്ലമായി. ഓട്ട് മരിച്ചു പോയില്ലേ? ഇല്ല. പിന്നെ എന്നോട് മിണ്ടത്തില്ല. അതെന്താ? അച്ഛന്റെ ആലിപ്പഴം അച്ഛനോട് ചോദിക്കാതെ ഞാൻ. ഇത്രയും നാളും ആലിപ്പഴം അലിയാതെ അങ്ങനെ എങ്ങനെ സൂക്ഷിച്ചടാ? അയ്യോ, അച്ഛന്റെ ആലിപ്പഴം പേർക്കൂടം നിവർത്തി. മലയാള സിംഗർ ആണല്ലോ. അച്ഛനോട് ചോദിക്കാതെ ഞാൻ എടുത്തതിന്റെ പേരില് എന്നോട് പിണങ്ങിയിരിക്കുന്ന അച്ഛൻ. അച്ഛൻ ആലിപ്പഴം ഇല്ലാതെ വീട്ടിലിരിക്കുന്നു, മോൻ ആലിപ്പഴം കൊണ്ട് ഇങ്ങനെ നടക്കുന്നു. ആലിപ്പഴം മറക്കാവുന്ന ഗാനമൊന്നും ഇപ്പൊ സ്റ്റേജിൽ പോകാറില്ല. ഇവിടെ നല്ല ഫാസ്റ്റും മറ്റേ ഇതൊക്കെ ഫാസ്റ്റ് ഉണ്ട്. കാരണം നമുക്ക് മലയാളം മെലഡി അല്ലാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ്, ഏറ്റവും കൂടുതൽ ഹിന്ദിയാണ് കേട്ടോ. ഒരു അപ്ഡേഷൻ ആണ്. കാരണം പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും ഇപ്പം പറമ്പിൽ ഓടും. നമ്മള് സ്റ്റേജ് ബിഹേവിംഗ് ഉണ്ട്. നമ്മള് 23-ാം തീയതി നമുക്ക് പൊരിക്കണം. നമ്മളിപ്പോ സ്റ്റേജിലാണെങ്കിൽ നമ്മളിപ്പോ സ്വാഭാവികമായിട്ട് ഈ ഒരു ആംബിഷൻ നമ്മൾ കൊടുക്കണം. ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? ഈ സ്ഥലം കൊട്ടഞ്ചിറ. അപ്പൊ നമ്മുടെ പറമ്പിൽ എത്തിച്ച ഞാൻ നമസ്കാരം കൊട്ടഞ്ചിറ ഇന്ന് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ പാട്ട് കൊടുക്കണം. പാട്ട് പറയും ഹിന്ദി ആണെങ്കിൽ നമ്മൾ ജനത്തിന് എടുക്കണം. നമ്മൾ ആദ്യം ചെന്നിട്ട് ആലും കൂടെ വന്നിട്ടുണ്ടോ? എന്തുവാ വിളിക്കുന്നു? വിളിച്ചല്ല, ഹമ്മിങ് ആണെന്ന്. അമ്മയാ?